ദേ ഇത് പനീർ ബട്ടർ മസാല അല്ല കേട്ടോ, ഇതാണ് ഷാഹി പനീർ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ടേസ്റ്റിൽ അടിപൊളിയാണ്. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഏകദേശം ബട്ടർ മസാലയുടെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, പക്ഷെ എൻ്റെ റേഷ്യോയിൽ അല്പം വ്യത്യാസമുണ്ട്. 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളയും. നമ്മൾ എത്ര ടൊമാറ്റോ ആണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി മതി സവാള. ഇപ്പം ഇവിടെ ഞാൻ 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു പിടി കാഷ്യൂവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് റഫ്ലി നമുക്ക് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് കുക്കറിലിട്ട് വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്തേക്ക് സവാളയും തക്കാളിയും കാഷ്യൂവും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ചെറിയ ബേ ലീഫും 2-3 ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വേകാൻ ആവശ്യത്തിന് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ റിലീസായി, എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൻ്റെ ബേ ലീഫൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരച്ച പേസ്റ്റിനെ ഒന്ന് അരിച്ചെടുക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ അരിച്ച് നല്ല സ്മൂത്തി സിൽക്കി ആയിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഷാഹി പനീറിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് സിൽക്കി സ്മൂത്തി ഗ്രേവിയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് അരിക്കാൻ പോവുകയാണ്. ഇത് അരിച്ച് അതിൻ്റെ ഗ്രേവി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട ശേഷം അതിലേക്ക് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നീളത്തിലരിഞ്ഞത് ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യരുത്, അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടമാവും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാവുള്ളൂ. അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി നല്ല കുറുകി വരുന്നവരെ ഇത് നന്നായി കുക്ക് ചെയ്യണം. ഷാഹി പനീറിന് ഒരു ചെറിയ സ്വീറ്റ്നെസ്സും ഏലക്കയുടെ ഫ്ലേവറും ഒക്കെയാണ് മുമ്പിൽ നിൽക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല ഗ്ലേസിങ് ആയിട്ട് സിൽക്കി സ്മൂത്തി ആയിട്ട് ഇരിക്കുന്നില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഒരല്പം കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഷാഹി പനീർ റെഡി. ഇത് നല്ല ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ വൈറ്റ് റൈസ്, ജീര റൈസ്, പുലാവ് എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ്. ഇത് നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. മസാലയൊക്കെ കുറവുള്ളതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. നിങ്ങൾ പനീർ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും.